السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളെ, ആദരവായ ഉമ്മാത്തുൽ മുഅ്മിനീൻ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പറ്റി പറയുന്ന സീരീസിലെ രണ്ടാമത്തെ ഭാഗത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന നമ്മുടെ ഉമ്മ സൗദാ ബിൻത്ത് സമ്ആ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. സൗദാ റളിയല്ലാഹു അൻഹ മക്കയിലാണ് ജനിക്കുന്നത്. ഖുറൈശി തന്നെപ്പെട്ട ബനു ആമിർ ഫാമിലിയിലാണ് ജനിക്കുന്നത്. ആദ്യത്തെ ഭർത്താവിൻ്റെ പേര് സക്രാൻ ബിൻ അമർ റളിയല്ലാഹു അൻഹു എന്നാണ്. മക്കയിൽ വെച്ച് തുടക്ക കാലഘട്ടത്തിൽ തന്നെ രണ്ടുപേരും ഇസ്ലാം ആവുകയുണ്ടായി, ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. മക്കയിലെ മുശ്രിക്കുകൾ ചെയ്ത ധാരാളം പീഡനങ്ങളും മർദ്ദനങ്ങളും മുഖേന ധാരാളം മുസ്ലിങ്ങൾ കഷ്ടപ്പെടുകയുണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കൾക്ക് എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി തങ്ങൾ അനുവാദം നൽകിയ അടിസ്ഥാനത്തിൽ നബുവത്തിൻ്റെ 5-ാമത്തെ വർഷവും 6-ാമത്തെ വർഷവും ധാരാളം സംഘം സഹാബാക്കൾ എത്യോപ്യയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നബുവത്തിൻ്റെ 6-ാമത്തെ വർഷം ഏകദേശം 83 പുരുഷന്മാരും 18 സ്ത്രീകളും അടങ്ങിയ ഒരു സംഘം എത്യോപ്യയിലേക്ക് പുറപ്പെടുന്നുണ്ട്. ആ സംഘത്തിൽ സൗദാ റളിയല്ലാഹു അൻഹയും ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹുവും പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എത്യോപ്യയിൽ ജീവിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അഭയാർത്ഥികൾ ജീവിക്കുന്ന സമയത്ത് അവിടെ വെച്ച് സക്രാൻ റളിയല്ലാഹു അൻഹു രോഗിയാവുകയും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശേഷം സൗദാ റളിയല്ലാഹു അൻഹ അവിടെ വെച്ച് വിധവയാകുകയുണ്ടായി. അതിനുശേഷം മക്കയിലേക്ക് മകൻ്റെ കൂടെ വരുന്നുണ്ട്. മകൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ്. മക്കയിലേക്ക് വരികയും ശേഷം നുബുവത്തിൻ്റെ 10-ാമത്തെ വർഷം ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം വിഷമത്തിലായിരുന്നു. ഈ അവസ്ഥയിൽ ആണ് സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക് വിവാഹത്തിലേക്ക് സംഭവം ഉണ്ടാകുന്നത്. യഥാർത്ഥ വിവാഹത്തിലേക്ക് ഉണ്ടാവാൻ കാരണക്കാരനായ സ്ത്രീ ഖൗല ബിൻത് ഹക്കീം എന്ന സ്ത്രീയാണ്. അദ്ദേഹം ഉസ്മാൻ ബിൻ മൽഊൻ എന്ന സഹാബിയുടെ ശ്രേഷ്ഠമായ സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. ഖൗല റളിയല്ലാഹു അൻഹയാണ് അടുത്തേക്ക് പോവുകയും തങ്ങളെ ആശ്വസിപ്പിക്കുകയും തങ്ങളെ വീണ്ടും വിവാഹത്തിൻ്റെ കാര്യം സൂചിപ്പിക്കുകയും വിവാഹം ചെയ്യണം എന്ന നിലയിൽ സൂചിപ്പിച്ച അടിസ്ഥാനത്തിൽ 2 സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട്. ഒന്ന് സൗദാ റളിയല്ലാഹു അൻഹയും രണ്ടാമത്തെ ആയിഷ റളിയല്ലാഹു അൻഹയും എന്ന് പറയുന്നുണ്ട്. തങ്ങൾ അനുവാദം നൽകിയ അടിസ്ഥാനത്തിൽ ഖൗല റളിയല്ലാഹു അൻഹ സൗദാൻ്റെ അടുത്തേക്ക് വരികയും സൗദാനോട് വളരെയധികം സന്തോഷിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വളരെയധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന സമയത്ത് സൗദാ റളിയല്ലാഹു അൻഹ കാര്യം ചോദിക്കുകയും ഖൗല റളിയല്ലാഹു അൻഹ തങ്ങൾ നിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുകയും ശേഷം സൗദാ റളിയല്ലാഹു അൻഹ വളരെയധികം സന്തോഷിക്കുകയും അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയും ഉപ്പായുമായി സംസാരിക്കാൻ വേണ്ടി പറയുകയും ശേഷം ഖൗല റളിയല്ലാഹു അൻഹ ഉപ്പായുമായി സംസാരിക്കുകയും അങ്ങനെയാണ് ഈ വിവാഹത്തിലേക്ക് എത്തുന്നത്. നബുവത്തിൻ്റെ 10-ാമത്തെ വർഷമാണ് വിവാഹം നടക്കുന്നത്. റമളാൻ മാസത്തിലാണ് അല്ലെങ്കിൽ ദുൽഹജ്ജ് മാസത്തിലാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് നബുവത്തിൻ്റെ 10-ാമത്തെ വർഷത്തിൽ റമളാൻ മാസം എന്നാണ്. വിവാഹം കഴിക്കുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക്? ഈ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം വന്നിട്ടുണ്ട്. കാരണം അധിക സഹാബാക്കളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് അവൈലബിൾ അല്ല. എന്നാലും ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറയുന്നത് സൗദാ റളിയല്ലാഹു അൻഹ പ്രായം കൂടിയ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ചില അധിക പണ്ഡിതന്മാരും പറയുന്നത് നബിയാസങ്ങൾ അതേ വയസ്സുണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് മൂത്തതാണ് എന്നെല്ലാമാണ് പറയുന്നത്. നബിയാസങ്ങൾക്ക് ആ സമയത്ത് 50 വയസ്സാണ്. എന്നാൽ സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക് ആ സമയത്ത് ഒരു പക്ഷേ 50-ൻ്റെ 60-ൻ്റെ ഇടയിൽ വയസ്സുണ്ടാകാനാണ് കൂടുതൽ സാധ്യത. എന്നാൽ തന്നെ ശരി, സൗദാ റളിയല്ലാഹു അൻഹയ്ക്ക് ആ സമയത്ത് 50-ഓ 55-ഓ വയസ്സുണ്ടായിരിക്കാം. ഇതിനുശേഷം വിശ്വാസങ്ങൾ തങ്ങൾ മക്കയിൽ ജീവിക്കുന്ന 3 വർഷത്തും വിശ്വാസങ്ങളുടെ ജീവിതത്തെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. കാരണം ഈ സമയത്താണ് വിശ്വാസങ്ങൾ മക്കയിൽ വെച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തിന് ശേഷം വിശ്വാസങ്ങൾ മക്കയിൽ ധാരാളം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും തങ്ങൾക്ക് കൂടിയ അവസ്ഥയിൽ തങ്ങൾ തായിഫിലേക്ക് യാത്ര ചെയ്യുന്നതും തായിഫിൽ വെച്ച് നബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമമായ സംഭവം നടക്കുകയും തങ്ങളെ ധാരാളമായി അവർ ബുദ്ധിമുട്ടുകയും ചെയ്ത അവസ്ഥയിൽ വിശ്വാസങ്ങൾക്ക് തങ്ങൾ മക്കയിലേക്ക് തിരിച്ചു വരികയും ശേഷം ഇസ്രാ മിഅ്റാജ് എല്ലാം ഈ സമയത്താണ് നടക്കുന്നത്, ഇതിന് ശേഷമാണ് നടക്കുന്നത്. ശേഷം വിശ്വാസങ്ങൾ ഒരു പ്ലാറ്റ്ഫോം, ഒരു ഇസ്ലാമിൻ്റെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരുന്ന വിദേശികളായ ആൾക്കാർ, ഉംറക്കും ഹജ്ജിനും എല്ലാം വരുന്ന വിദേശികളായ ആൾക്കാരെടുത്ത് പോയി തങ്ങൾ അവരുടെ ക്യാമ്പിൽ പോയി തങ്ങൾ ദഅവത്ത് ചെയ്യാറുണ്ടായിരുന്നു. ഈ സമയത്ത് മക്കയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ വിശ്വാസങ്ങളെ കളിയാക്കാൻ വേണ്ടി പിന്നിൽ പോവുകയും പ്രത്യേകിച്ച് അബൂ ലഹബ് വിശ്വാസങ്ങളുടെ ഉപ്പാടെ സഹോദരനാണ്. എന്നിട്ട് പോലും അബൂ ലഹബ് ആ വിദേശികളായ ഹജ്ജിനും ഉംറയ്ക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് പോയി നബിതങ്ങളെ കളിയാക്കുകയും നൗസുബില്ല മജ്നൂനാണ് ഇദ്ദേഹം, എൻ്റെ സഹോദരൻ്റെ മകനാണെന്നെല്ലാം പറഞ്ഞ് നബിതങ്ങളെ എത്താറെല്ലാം ചെയ്യാറുണ്ടായിരുന്നു. ഈ സമയത്ത് വിശ്വാസങ്ങളെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നത് സൗദാ റളിയല്ലാഹു അൻഹ മാത്രമാണ്. കാരണം ആ 3 വർഷം വിശ്വാസം തങ്ങളുടെ ജീവിതത്തെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. ശേഷം അവസാനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ മദീനക്കാർ തങ്ങളെ ഹിജ്റ ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയും അനുവാദമെല്ലാം നൽകിയ അവസ്ഥയിൽ തങ്ങളെല്ലാം ക്ഷണിക്കുന്നുണ്ട്. ശേഷം മക്കയിൽ ജീവിച്ച 3 വർഷത്തോളം വിശ്വാസങ്ങൾക്ക് ഭാര്യയായി ഉണ്ടായിരുന്ന ഒരേ സ്ത്രീ സൗദാ റളിയല്ലാഹു അൻഹ മാത്രമാണ്. ശേഷം നബുവത്തിൻ്റെ 13-ാമത്തെ വർഷം സഫർ 27 വിശ്വാസങ്ങൾ മദീനയിലേക്ക് പുറപ്പെടുകയും ആദ്യത്തെ 3 ദിവസം വിശ്വാസം തങ്ങൾ
ഹാർ സൗറിൽ അബൂബക്കറിന്റെ കൂട്ടത്തിൽ ഒളിഞ്ഞു താമസിക്കുകയും ശേഷം റബീഉൽ 1 ശാസനങ്ങൾ മദീനയിലേക്കെല്ലാം പുറപ്പെടുകയെല്ലാം ചെയ്യുന്നുണ്ട്. ശാസനങ്ങൾ മദീന എത്തിക്കഴിഞ്ഞതിന് ശേഷം ശാസനങ്ങളുടെ കുടുംബക്കാർ, മക്കയിലുണ്ടായിരുന്ന കുടുംബക്കാരെ ശാസനങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹുവിനെയും അബൂ റാഫി എന്ന സഹാബിയാണ് അയക്കുന്നത്. ശാസനങ്ങളുടെ മൗലമാർ, തങ്ങളുടെ ഹാദിമായ 2 സഹാബാക്കളാണ്. ഇവരാണ് മക്കയിൽ ഉണ്ടായിരുന്ന സൗദ റളിയല്ലാഹുവിനെയും അതുപോലെ തന്നെ ഫാത്തിമ, ഉമ്മു കുൽസൂം, ശാസനങ്ങളുടെ കുടുംബക്കാരായ ആൾക്കാരെല്ലാം കൂട്ടി മദീനയിലേക്ക് വരുന്നത്. മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം മസ്ജിദ് നബവിൻ്റെ തൊട്ടുഭാഗത്ത് ശാസനങ്ങൾ 2 ഹുജറാത്തുകൾ ഉണ്ടാക്കുകയുണ്ടായി. ഒന്ന് സൗദ റളിയല്ലാഹുവിനക്ക് വേണ്ടിയിട്ടും രണ്ടാമത്തത് ആയിഷ റളിയല്ലാഹുവിനക്ക് വേണ്ടിയിട്ടും. 2 കുടിൽ പോലെയുള്ള ചെറിയ റൂമ സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശാസനങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ഹുജറാത്തുകളിൽ. സൗദ റളിയല്ലാഹുവിനെ പറ്റി പിന്നെ വരുന്ന വിഷയം, സൗദ റളിയല്ലാഹു വളരെയധികം തമാശ പറഞ്ഞ സ്ത്രീയായിരുന്നു. തബഖാത്ത് ഇബ്നു സഅദിൽ അദ്ദേഹം പറയുന്നുണ്ട്, ധാരാളമായി തമാശ പറഞ്ഞ സ്ത്രീയാണ്. അതുപോലെ തന്നെ ശാസനങ്ങളെ ചിരിപ്പിക്കുക വളരെയധികം ഇഷ്ടമായിരുന്നു സൗദ റളിയല്ലാഹുവിനക്ക്. ശാസനം ധാരാളമായി അദ്ദേഹം സൗദ റളിയല്ലാഹു ചിരിപ്പിക്കാറുണ്ടായിരുന്നു. തബഖാത്ത് ഇബ്നു സഅദിൽ അദ്ദേഹം സംഭവം പറയുന്നുണ്ട്. ഇത് കൂടാതെ അന്ന് വിശ്വാസങ്ങൾ രാത്രിയിൽ ധാരാളമായി നിസ്കരിക്കുന്ന രീതിയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കുമില്ലീല ഇല്ല കലീല നിസ്ഫഹു എന്നുള്ള ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസനങ്ങൾ രാത്രി ധാരാളമായി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നു. പല സഹാബാക്കളും പല മുഅ്മിനീങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പല സഹാബാക്കളും കൂടെ കൂടിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. ഒരിക്കൽ പോലും അവർക്ക് തങ്ങളെ പോലെ നിസ്കരിക്കാൻ പറ്റാറില്ലാത്ത അവസ്ഥയിൽ അവരെല്ലാവരും അതിൽ നിന്ന് വിരമിച്ചതൊക്കെയായിട്ട് സഹാബാക്കൾ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹുവിൻ്റെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹി അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ റിവായത്ത് നമുക്ക്, ജാബിർ റളിയല്ലാഹുവിൻ്റെ റിവായത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ദീർഘമായി രാത്രി തങ്ങൾ അള്ളാഹിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ സൗദ റളിയല്ലാഹുവിനെ നിസ്കരിക്കാൻ വേണ്ടി കൂടുകയും ആ സമയത്ത് ധാരാളമായി നീണ്ടമായ നിസ്കാരമായിരുന്നു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ശാസനങ്ങൾ തമാശ രൂപത്തിൽ നീണ്ട റുക്കൂ മുഖേന എൻ്റെ മൂക്കിൽ ചോര വരുമെന്ന് ഞാൻ പേടിച്ചു പോയി, എന്ത് നീണ്ട റുക്കൂഹാണ്, എൻ്റെ മൂക്കിൽ ഇപ്പം ചോര വന്നതിന് എന്ന് തമാശ രൂപത്തിൽ പറയുകയും ശാസനങ്ങൾ ചിരിക്കുകയെല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് തബഖാത്ത് ഇബ്നു സഅദിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൗദ റളിയല്ലാഹുവിനെ പറ്റി വരുന്ന വേറെ റിവായത്ത് ബുഖാരിയിൽ മുസ്ലിം എന്ന റിവായത്താണ്. ശാസനങ്ങൾ ഭാര്യമാർക്കുമായിട്ടുള്ള പ്രത്യേകമായ ഹിജാബിൻ്റെ ആയത്ത് അതിറങ്ങാനുള്ള സംഭവം ഉമർ റളിയല്ലാഹു ആ വിഷയത്തിൽ ശാസനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ ഭാര്യമാരോട് പ്രത്യേകമായ ഹിജാബ് ചിരിക്കാൻ വേണ്ടി ഉപദേശിക്കണം എന്നതിൽ ഉമർ റളിയല്ലാഹു സൂചിപ്പിക്കാറുണ്ടായിരുന്നു. ശാസനങ്ങൾ പ്രത്യേകമായ വിഷയത്തിൽ അള്ളാഹിന്റെ ഭാഗത്തുനിന്ന് ആയത്തുരാത്തിന് പേരിൽ തങ്ങളത് കൽപ്പിച്ചിട്ടില്ലായിരുന്നു തങ്ങളുടെ ഭാര്യമാരോട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സംഭവം ഒരിക്കൽ ഉമർ റളിയല്ലാഹു സൗദ റളിയല്ലാഹുവിനോട് പുറത്ത് പോകുന്ന സമയത്ത് സൗദ റളിയല്ലാഹു ഇതാക്കി പറയുകയും അതിനുശേഷം സൗദ റളിയല്ലാഹു തിരിച്ചു വന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് അദ്ദേഹം ഇറക്കുന്നുണ്ട്. ഇതുമായി ഉമ്മാത്ത് പ്രത്യേകമായ ഹിജാബിൻ്റെ വിഷയമായി ബന്ധപ്പെട്ട ആയത്തെല്ലാം ഇറങ്ങുന്നതായിട്ട്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു ധാരാളമായി സൗദ റളിയല്ലാഹുവിനെ പൊക്കത്തിലായിട്ട് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു പറയുന്ന ഹദീസ് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യാണ്. എനിക്ക് കണ്ട സ്ത്രീകളിൽ എനിക്ക് ഏറ്റവും അധികം അഖ്ലാഖിൻ്റെ വിഷയത്തിലും ക്യാരക്ടറിൻ്റെ വിഷയത്തിലും അതുപോലെ ആവണമെന്ന് തോന്നിയത് സൗദ റളിയല്ലാഹുവിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു വളരെയധികം സ്നേഹം ഉണ്ടായി സൗദക്ക് അങ്ങോട്ട് തിരിച്ചിങ്ങോട്ടും. കാരണം സൗദ റളിയല്ലാഹു പ്രായമുള്ള നല്ല വാർദ്ധക്യമുള്ള സ്ത്രീയായ പേരിൽ സൗദ റളിയല്ലാഹു ശാസനങ്ങളോട് സൗദ റളിയല്ലാഹുവിൻ്റെ ദിവസം പോലും ആയിഷ റളിയല്ലാഹുവിനക്ക് കൊടുക്കാൻ വേണ്ടി അനുവാദം നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ശാസനങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടായിരുന്നു വഫാത്ത് സമയത്ത്. ഞങ്ങൾ ഓരോ ഭാര്യമാർക്ക് ഓരോ ദിവസമാണ് നിൽക്കുന്ന ആ സമയത്ത് സൗദ റളിയല്ലാഹു വോളണ്ടറി ആയിട്ട് തന്നെ സ്വന്തം ആഗ്രഹം പൊങ്ങാൻ തന്നെ ആ ദിവസം കൂടി ആയിഷയ്ക്ക് കൊടുക്കുന്ന നിലയിലാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ സൗദ റളിയല്ലാഹുവിനെ പറ്റി വരുന്ന മറ്റൊരു റിവായത്ത് നമുക്ക് ബുഖാരി മുസ്ലിം കാണുന്ന ഹദീസാണ്. പ്രത്യേകിച്ച് ഹജ്ജിൻ്റെ വിഷയത്തിൽ വന്ന റിവായത്ത് അതുകൂടി മക്കളും ഇതിൽ മസാല എടുക്കുന്നുണ്ട്. അതായത് സൗദ റളിയല്ലാഹു കുറച്ച് ഹൈറ്റും വെയിറ്റും കുറച്ച് വെച്ച് ലാർജായ ബോഡിയുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് മക്ക ഹജ്ജൽ വദാൽ ശാസനങ്ങൾ ജീവിതത്തിൽ ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അനുഭവത്തിൻ്റെ 10ാമത്തെ ഹിജ്റയുടെ 10ാമത്തെ വർഷം. എല്ലാ ഭാര്യമാരും 9 ഭാര്യമാരും അതിൻ്റെ കൂടുതലുണ്ടായിരുന്നു. ഈ സമയത്ത് മുസ്ദലിഫയിൽ വെച്ചിട്ട് സൗദ റളിയല്ലാഹു ശാസനങ്ങളടുത്ത് പോയിട്ട് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം മുസ്ദലിഫയിൽ രാത്രി നിൽക്കണം, പൂർണ്ണമായി നിൽക്കണം. എന്നാൽ സൗദ റളിയല്ലാഹു ഞാൻ നേരത്തെ പോകാൻ അനുവാദം ചോദിക്കേണ്ടേ, കാരണം കുറച്ച് പയ്യെ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ. മാത്രമല്ല ഹൈറ്റും വെയിറ്റും സ്ത്രീ അതിൻ്റെ പേരിൽ നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ പെട്ടെന്ന് പോകാൻ ഞങ്ങളോട് അനുവാദം ചോദിക്കുകയും ശാസനങ്ങൾ അനുവാദം തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ശേഷം മിനയിൽ പോയിട്ട് സുബഹി നിസ്കരിച്ച് അവിടെ വെച്ച് എല്ലാവരും എത്തുന്ന മുമ്പായിട്ട് തന്നെ ജമറയിലെ കല്ലുകളെല്ലാം സാധാരണ തീർക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയുന്നുണ്ട് അത്യാവശ്യമായ രോഗികളും പ്രായമുള്ള സ്ത്രീകളും കുട്ടികളുള്ള സ്ത്രീകളും അങ്ങനെ അത്യാവശ്യമായ എക്സ്ക്യൂസ് ഉള്ള ആൾക്കാർക്ക് മുസ്ദലിഫയിൽ രാത്രി ഒരു ഭാഗം പിന്നിട്ട ശേഷം പകുതി രാത്രി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പുറപ്പെടാം എന്ന് പറയുന്ന ഉലമാക്കൾ ഇതിൽ നിന്ന് അനുവാദം പറയുന്നുണ്ട്. എന്നാൽ തന്നെ ശരി, ശാസനത്തിൽ ആ ചെയ്ത ഹജ്ജ് മാത്രമേ സൗദ റളിയല്ലാഹു ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ശാസനങ്ങളുടെ ഭാര്യമാർ എല്ലാവരും അന്ന് കൂട്ടത്തിൽ ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശാസനങ്ങളുടെ വഫാത്തിന് ശേഷം ഈ ശാസനങ്ങൾ 2 ഭാര്യമാർ ഒരിക്കൽ പോലും പിന്നെ ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് സൗദ റളിയല്ലാഹുവിനെയാണ്, രണ്ടാമത്തത് സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു. ഈ 2 ഉമ്മത്തുമിനീങ്ങളെ 2 ഭാര്യമാർ വയ്ക്കെ 2 ഭാര്യമാർ പിന്നെ വഫാത്തിന് ശേഷം ഹജ്ജിന് പോലും പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് മറ്റു കാണാൻ സാധിക്കും മറ്റൊരു റിവായത്ത് സൗദ റളിയല്ലാഹുവിനെ പറ്റിയിട്ട്. ശാസനങ്ങൾ വഫാത്തിന് മുമ്പ് ഭാര്യമാരെല്ലാവരും ശാസനങ്ങളത്തെ ഒരുമിച്ച് കൂടുകയും
നമ്മളിൽ നിന്ന് ആരായിരിക്കും തങ്ങളുടെ അടുത്തേക്ക് ആദ്യമായി എത്തുക എന്നെല്ലാം ചോദിച്ച സമയത്ത് സാഹചര്യങ്ങൾ നിങ്ങൾ ഏറ്റവും അധികം കൈ നീളമുള്ള സ്ത്രീയാണ് എന്നിലേക്ക് ആദ്യമായി എത്തുക, ആദ്യമായി മരണപ്പെടുക എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ആശാന് പറയുന്നുണ്ട്, സാഹചര്യം വഫാത്തിന് ശേഷം നമ്മളെല്ലാവരും കയ്യിൻ്റെ നീളം അളന്നു നോക്കി. ഈ സമയത്ത് നമ്മുടെ കൂടുതൽ കയ്യിൻ്റെ നീളം ഏറ്റവും കൂടുതൽ സൗദാക്കാണെന്ന് മനസ്സിലാവുകയുണ്ടായി. അതുകൊണ്ട് സൗദായിരിക്കും ആദ്യമായി മരണപ്പെടുക എന്ന് നമ്മൾ വിചാരിച്ചു. എന്നാൽ ആദ്യമായി മരണപ്പെട്ടത് സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹയാണ്. ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് സാഹചര്യം ഉദ്ദേശിച്ച കയ്യിൻ്റെ നീളം എന്നുള്ളത് പരമായി സദക്ക ചെയ്യുന്ന ആളാണ് എന്നതിനൊക്കെ മനസ്സിലായതെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ സൗദ റളിയല്ലാഹു അൻഹ വളരെയധികം സിമ്പിളായി ജീവിക്കുന്ന സ്ത്രീയായിരുന്നു. വളരെയധികം സിമ്പിളായ ഭയങ്കര ആബിദായ സ്ത്രീയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് തബക്കാത്ത് കാണാൻ സാധിക്കും. ഉമർ അള്ളാഹുവിന് ഒരിക്കൽ വലിയൊരു എമൗണ്ട് ഗിഫ്റ്റായിട്ട് സൗദാക്ക് നൽകുകയുണ്ടായി. ഈ സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ അതിൻ്റെ വൃത്തിയോട് ചോദിക്കുകയും എന്താണ് ചോദിക്കുകയും ഉമർ അള്ളാഹു നൽകിയ ഗിഫ്റ്റാന്ന് പറഞ്ഞ സമയത്ത് ആ സമയത്ത് മുഴുവൻ അള്ളാഹുൻ്റെ വഴിയിൽ പാവങ്ങൾക്ക് സദക്ക ചെയ്യാൻ വേണ്ടി പറയുകയും എല്ലാം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതുപോലെ തന്നെ സൗദ വഫാത്തിന് ശേഷം വളരെയധികം സിമ്പിളായ ക്വൈറ്റായ ലൈഫാണ് സൗദ റളിയല്ലാഹു അൻഹ നയിച്ചിട്ടുള്ളത്. അവസാനം ഹിജ്റ വർഷം 54 ആണ് ശവ്വാൽ മാസത്തിലാണ് സൗദ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് മരിക്കുന്നത്. അന്ന് മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടമായിരുന്നു. അദ്ദേഹം സൗദ റളിയല്ലാഹു അൻഹ മദീനയിൽ വെച്ച് മരണപ്പെടുകയും ജനതയുടെ വക്കീലെല്ലാം അടക്കുകയെല്ലാം ചെയ്യുന്നുണ്ട്. ബഹുമാനികൾ നമുക്ക് ധാരാളമായി മാതൃക സൗദ റളിയല്ലാഹു അൻഹ നമുക്ക് കാണാൻ സാധിക്കും. വളരെയധികം സിമ്പിളായ ലൈഫാണ് നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അധികം ഇബാദത്ത് ചെയ്യുന്ന ആബിദായ സ്ത്രീയും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.